ആരെല്ലാം വീട്ടിൽ സൈത്തൂൻ ഒലീവെണ്ണയുണ്ട്? ഒലീവെണ്ണ ഒരു ഔഷധമാണ് യഥാർത്ഥത്തിൽ. അത് കൃത്യമായി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ വന്ന ചില വാചകങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഒലീവെണ്ണ നമ്മുടെ ശരീരത്തിലുള്ള രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ശിഫയാകാൻ കാരണമാകും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒലീവെണ്ണ ഉപയോഗിച്ച് നമുക്ക് ശിഫയാക്കാൻ പറ്റുന്ന രീതികളെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. കൈവശം പോലെയുള്ള വലിയ പ്രയാസങ്ങൾ അങ്ങനെ ഒന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിക്കിട്ടാൻ ഒലീവെണ്ണ ഉപയോഗിച്ച് നമുക്കെങ്ങനെ അതിൻ്റെ രീതികൾ എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പലപ്പോഴും പല വിഷയങ്ങൾക്കും ആത്മീയമായ പരിഹാരങ്ങളും കൂടെ നമ്മൾ ചെയ്യുമ്പോൾ ഇത്തരം ചില വിഷയങ്ങളും കൂടെ നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും അതിന് നല്ല ഫലമുണ്ടാകും. അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പലപ്പോഴും പലർക്കും നേരിട്ട് വരുമ്പോഴും അല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കുന്ന ചില അമലുകൾ അത് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ റിസൾട്ട് ലഭിക്കുന്നു എന്നുള്ളതാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പറയേണ്ടി വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഇതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ശനി ഞായർ ദിവസങ്ങളിലൊക്കെ നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം കുലു സൈത വദ്ദഹിനു ബി ഫഇന്ന ഫീഹി ശിഫാ മിൻ 70 ദാഅം മിൻഹൽ ജുദാം. നിങ്ങൾ സൈത്തൂൻ ഒലീവെണ്ണ അത് കഴിക്കുക, അതുകൊണ്ട് നിങ്ങൾ എണ്ണയായിട്ടത് തേക്കുകയും ചെയ്യാം. കാരണം എന്താണെന്നറിയോ? അതിൽ 70 രോഗങ്ങൾക്ക് ശിഫയുണ്ട്. അതിൽപ്പെട്ട ഒരു രോഗമാണ് കുഷ്ഠരോഗം എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും സ്കിന്നുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുള്ളവർക്ക്, രോഗങ്ങളുള്ളവർക്കൊക്കെ ഒലീവെണ്ണ അതൊരു നല്ലൊരു ഔഷധമാണ്. അത് മന്ത്രിച്ച് അത് നമ്മൾ തേക്കുന്നതും അത്തരം വിഷയങ്ങൾക്കൊക്കെ വലിയ ശിഫ ലഭിക്കാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് പറയുന്നു, സൈത്തൂൻ എന്നുള്ളതിന് നിങ്ങൾ ഉപയോഗിക്കുക. തീർച്ചയായും അത് ഉപയോഗിച്ചാൽ കുലൂഹു വദ്ദഹിനു ബി ഫഇന്നഹു തൻഫഉ മിനൽ ബവാസീർ. അത് ഈ പൈൽസ് പോലെയുള്ള രോഗങ്ങൾക്ക് വലിയ ശിഫയാണ്. അത് നിങ്ങൾ ഉപയോഗിക്കുക എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു എന്ന് ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അപ്പോൾ അത് നമുക്ക് കൃത്യമായി ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് രോഗങ്ങൾക്ക് ശിഫയാകാൻ അത് കാരണമാകുമെന്നുള്ളതാണ്. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്, ആ വിളക്ക് കത്തിക്കപ്പെടുന്നത് അനുഗ്രഹീതമായ ഒലീവെണ്ണ കൊണ്ടാണെന്നുള്ളത്. അതേപോലെ തന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നിങ്ങൾ ഒലീവെണ്ണ കഴിക്കുക, ശരീരത്തിൽ പുരട്ടുകയും ചെയ്യുക. അത് അനുഗ്രഹ വൃക്ഷത്തിൻ്റെ അതാണ് ഒലീവെണ്ണ എന്നുള്ളത്. തുർമുദി ഇബ്നു മാജക്ക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ അലിയാർ തങ്ങൾ പറയുന്നുണ്ട്, ഒലീവെണ്ണ തേച്ചവരുടെ അടുത്തേക്ക് പിശാച് വരികയില്ല എന്നുള്ളത്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു അമലാണ്. നമ്മളിവിടെ അസ്മാഉൽ ഹുസ്നയെക്കുറിച്ചും അതുപോലെ തന്നെ ആത്മീയമായിട്ട് ചെയ്യാവുന്ന മെഡിസിൻസുകളെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത്, ഇതിനർത്ഥം നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടെന്നോ രോഗങ്ങളുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ടെന്നോ ഹോസ്പിറ്റലിൽ പോകേണ്ട എന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. ഇതിനർത്ഥം പൂർണ്ണമായിട്ടും നമ്മൾ നമ്മുടെ ഏതേത് വിഷയങ്ങൾക്കും ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി ഡോക്ടറെ കാണിക്കണം. പൈൽസ് ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കണം. എന്നാൽ നിങ്ങൾ ഫത്ഹുൽ മുഈൻ എടുത്തു നോക്കൂ. ഫത്ഹുൽ മുഈനിനെ വിശദീകരിച്ച് മഹാനരായ മുഹമ്മദ് ഷത്തദ്ദമിയാത്തി സയ്യിദുൽ ബക്കർ റഹ്മത്തുള്ളാഹി അലൈഹി ഇആനത്തു ത്വാലിബീനിൽ രേഖപ്പെടുത്തിയതൊക്കെ വായിച്ചു നോക്കൂ. അവിടെ ഒരുപാട് രോഗങ്ങൾക്കുള്ള ശമനമായിട്ട് പല കാര്യങ്ങളെയും പറയുന്നുണ്ടല്ലേ. അതൊക്കെ ആത്മീയമായ ചില വഴികളാണ്. ഈ ആത്മീയമായ വഴികൾ ചെയ്യുമ്പോൾ മറ്റൊന്നും ചെയ്യണ്ട എന്നല്ല.
നമ്മൾ ഡോക്ടറെ കാണിക്കണം. നമ്മൾ ഡോക്ടറെ കാണിച്ചാലും ശരിക്ക് ആ മെഡിസിൻസിൽ ഷിഫയുണ്ട് എന്നല്ലല്ലോ നമ്മളൊന്നും വിശ്വസിക്കുന്നത്. അള്ളാഹു തീരുമാനിച്ചാലല്ലേ അതൊക്കെ ഷിഫയാകുള്ളൂ. നിങ്ങൾ നോക്കൂ, നമുക്കൊക്കെ അറിയാം, ഒരു ഡോക്ടർ, നല്ല എക്സ്പേർട്ടായിട്ടുള്ളൊരു ഡോക്ടർ, ആ ഡോക്ടറുടെ അടുക്കലേക്ക് ഒരു ഹേർട്ടുമായി ബന്ധപ്പെട്ട ഒരു ബ്ലോക്കുള്ള ഒരാൾ സമീപിക്കുന്നു. ബ്ലോക്കുള്ള ആൾ സമീപിച്ച് അദ്ദേഹത്തിനോട് ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആൻജിയോഗ്രാം ചെയ്തു. 3 ബ്ലോക്ക് ഉണ്ട്. അതിൽ ആദ്യത്തെ ബ്ലോക്ക് എന്ത് ചെയ്യണം, നീക്കി. ഇനി 2 ബ്ലോക്ക് കൂടി നീക്കാനുണ്ട്. അപ്പോൾ തൽക്കാലത്തിന് നിങ്ങൾ ടാബ്ലറ്റ് എടുക്കും, മെഡിസിൻ കഴിക്കുക, ആ കഴിക്കുന്നതിലൂടെ തന്നെ അത് ശരിയാകും എന്ന് പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ, റൊട്ടീനൊക്കെ, നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുകയും ചെയ്തു. ചില പഥ്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. അദ്ദേഹം അത് കൃത്യമായിട്ട് അങ്ങനെ ചെയ്തു, വളരെ ചിട്ടയിൽ തന്നെ ചെയ്തു. രണ്ടാമത് വീണ്ടും ഒരു പേഷ്യൻ്റ് ഡോക്ടറെ കാണുന്നു. ആ ഡോക്ടർ അവരോട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറയുന്നു. ഇയാൾക്ക് 4 ബ്ലോക്കാണുള്ളത്. അതിൽ ഒരെണ്ണം നീക്കിയിട്ട് ഇതേപോലെ മെഡിസിൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നു. പക്ഷേ ഈ 2 ബ്ലോക്ക് നീക്കാൻ ബാക്കിയുള്ള ആദ്യം കാണിച്ച ആ രോഗി വളരെ പെട്ടെന്ന് തന്നെ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോകുന്നു. രണ്ടാമത്തെ രോഗി 4 ബ്ലോക്ക് ഉണ്ടായിട്ടും ആ ബ്ലോക്കുകളൊക്കെ നീങ്ങിയതായിട്ട് കാണുന്നു. ഇവിടെ ശരിക്കും സംഭവിച്ചത് എന്താ? ഇതൊക്കെ നമ്മൾ കഴിക്കുന്നു എന്നേ ഉള്ളൂ. ഷിഫ നൽകുന്നത് ജഗന്നിയന്താവായ റബ്ബുൽ ഇസ്സത്താണ്. അള്ളാഹു ഷിഫയാകാൻ തീരുമാനിച്ചാൽ, അള്ളാഹു ഷിഫ ഉദ്ദേശിച്ചാൽ മാത്രമാണ് നമുക്ക് ഷിഫ ലഭിക്കുന്നത്. അതാണ് നമ്മളും പറയുന്നത്. നമ്മൾ ഇത്തരം വിഷയങ്ങളിലൊക്കെ പൂർണ്ണമായിട്ടും റബ്ബിനെ തവക്കുലാക്കണം. നമ്മൾ ഡോക്ടറെ സമീപിക്കണം. അവർ തരുന്ന മെഡിസിൻ കഴിക്കണം. അത് കഴിച്ച് ഷിഫയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യണം. അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് എന്നുള്ളത്. ആ നിലപാടിൽ തന്നെയാണ് സാധുക്കളായ നമ്മളൊക്കെ ഉറച്ചു നിൽക്കേണ്ടതും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഒരുപാട് രോഗങ്ങളുണ്ടാകുമ്പോൾ, പ്രതിസന്ധികളുണ്ടാകുമ്പോൾ, ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ നമ്മൾ ഇത്തരം ആത്മീയമായ കാര്യങ്ങളും കൂടെ ചെയ്തു വെക്കുക. ഇപ്പോൾ സൂറത്തുൽ ഫാത്തിഹ രോഗശിഫയിനുള്ള സൂറത്താണല്ലേ. വിശുദ്ധ ഖുർആൻ മുഴുവനും ഷിഫയാണല്ലേ. നമ്മളെന്തെങ്കിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ പേരമക്കൾക്ക്, നമ്മുടെ വീട്ടിലുള്ളവർക്ക് നമ്മൾ തന്നെ അത് മന്ത്രിച്ചു കൊടുക്കുക. അതിലൊക്കെ ഒരു മിറാക്കിൾ സംഭവിക്കുന്നുള്ളതാണ്. പലപ്പോഴും പല വിഷയങ്ങളിലും നമ്മളിതൊക്കെ അനുഭവിച്ചറിയുന്നതാണ്. നമ്മുടെ മുമ്പിൽ പല ആളുകളും വരും, പല വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മളവരോട് അവരുടെ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ചില ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നിന്നെടുത്ത് അത് ഓതാൻ വേണ്ടി അവർക്ക് കൊടുക്കും. ഇദ്നില്ലാഹി തആല ഇൻഷാ അല്ലാഹ് അള്ളാഹു അത് ഷിഫ ആക്കിക്കോളും. ഷിഫയാകാനാണ് വിധിയെങ്കിൽ തീർച്ചയായും അത് ഷിഫയാകും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രതീക്ഷയോടുകൂടി അവരെ പറഞ്ഞയക്കും. അവരൊരു 21 ദിവസമോ 14 ദിവസമൊക്കെ കൃത്യമായിട്ടത് ചെയ്യും. വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് അവർ ചെയ്യുക. നല്ല പ്രതീക്ഷയോടുകൂടിയാണ് അവർ ചെയ്യുക. അതങ്ങനെ ചെയ്ത് അവർ പലപ്പോഴും നമ്മളെ വിളിച്ച് പറയും, ഉസ്താദേ, ഉസ്താദ് പറഞ്ഞ പോലെ ചെയ്തു, അത് വലിയ മാറ്റം അതിലുണ്ടായി എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് സന്തോഷ വാർത്ത അറിയിക്കാറുണ്ട്. ഇത് ഈ പറഞ്ഞു കൊടുത്ത നമ്മളൊരു മഹത്വമൊന്നും അല്ല കേട്ടോ. ഇത് അവരുടെ മഹത്താണ്. യഥാർത്ഥത്തിൽ അവരോട് നമ്മൾ സുബ്ഹ് നിസ്കാരത്തിന് 21 ദിവസം ചെല്ലാൻ വേണ്ടി പറയുന്നു, അല്ലെങ്കിൽ ഒരു 14 ദിവസം അവരോട് ചെയ്യാൻ വേണ്ടി പറയുന്നു. അവർ 21 ദിവസം 14 ദിവസം അവർ ചെയ്യുന്നു അല്ലേ. ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കണ്ടിന്യൂസ്ലി ഒരു 21 ദിവസം സുബഹി നിസ്കാരം കറക്റ്റ് സമയത്ത് നിസ്കരിക്കാൻ പറ്റുകയാണ്. അത് ആ ടൈമിൽ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ, അപ്പോൾ വല്ലാഹു യൻദുറു ഇലാ ഖുലൂബിക്കും, അള്ളാഹു അവരുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നുണ്ടെന്ന് ഹദീസിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ അവരുടെ നിയ്യത്തും അവരുടെ മനസ്സൊക്കെ കാണുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഷിഫ നൽകുന്നതാണ്. അല്ലാതെ പറഞ്ഞു കൊടുക്കുന്ന ആളിൻ്റെ മഹത്വം ഗുണമൊന്നും കൊണ്ടൊന്നല്ല അത് സംഭവിക്കുന്നത്. നമ്മൾ ആത്മീയമായിട്ട് റബ്ബിലേക്ക് പൂർണ്ണമായിട്ടും അടുത്ത് ജീവിക്കുക, റബ്ബിൽ തവക്കുലാക്കുക, അള്ളാഹു നൽകുമെന്ന പ്രതീക്ഷയിൽ നൽകുക. 5 വഖത്ത് ഫർദ് നിസ്കാരങ്ങൾ ഒരു കാരണവശാലും ഖളാ ആക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുക. നമ്മളൊരാളെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക. റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ, ഹദ്ദാദ് റാത്തിബ്, വിർദുൽ ലത്തീഫ്, ദിക്റുകൾ, സ്വലാത്തുകൾ, ഇതൊക്കെ ജീവിതത്തിൽ പകർത്തിയിട്ട് ഒരു ഓവറായിട്ട് നമുക്ക് വലിയ സൂഫിയൊന്നും ആവാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെയൊന്നും ആവണമെന്നല്ല പറയുന്നത്. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ പ്രതീക്ഷയിൽ ഇങ്ങനെ നമുക്ക് പറ്റാവുന്ന അത്രയും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും. എത്രയോ വലിയ രോഗങ്ങൾ സ്വലാത്ത് കൊണ്ട് മാറിയ അനുഭവങ്ങളുണ്ടെന്നറിയോ? എത്ര വലിയ രോഗങ്ങൾ ഒരിക്കലും മാറില്ലെന്ന് കരുതിയത് പലപ്പോഴും ഈ വിനീതൻ നേരിട്ട് കേട്ടിട്ടുണ്ട് പലരും പറയുന്നത്. പക്ഷേ അത് എനിക്ക് ഒരിക്കലും ഇത് മാറുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. എന്തോ ഒരു അത്ഭുതം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ സ്വലാത്തുൽ ഫാത്തിമി അങ്ങനെ ചൊല്ലി ഉസ്താദ് 1,00,000 തവണ അങ്ങ് ചൊല്ലി.
അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട് മുത്തുനബി തങ്ങൾ ബറക്കത്ത് കൊണ്ട് എൻ്റെ രോഗം മാറി എന്ന് പറഞ്ഞ എത്ര അനുഭവങ്ങളെന്നറിയോ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മൾ അള്ളാഹിനെ തവക്കുലാക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കി മുന്നോട്ട് നീങ്ങുക. തീർച്ചയായിട്ടും നമുക്കതിൽ ഫലം ഉണ്ടാകും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.